ഡേ ഇൻ മൈ ലൈഫ് ഇൻ റെമിനി. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി കോളേജിലേക്ക് പോകാൻ ഇറങ്ങാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവിടുന്ന് ഒരു 8 മിനിറ്റ്സേ നടക്കാനുള്ളൂ. അതും ഈ സ്ട്രീറ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് എത്തിയ പോലെ തോന്നും. നോക്ക് എന്ത് ഭംഗിയാ എല്ലായിടത്തും കാണാനെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിയേണ്ട റോഡ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോണിയ, റിമിനി ക്യാമ്പസ്. അപ്പോൾ ഈ എൻട്രൻസിലൂടെ കയറി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെയാണ് എൻ്റെ മോർണിംഗ് ക്ലാസ് നടക്കാൻ പോകുന്നത്. ടൈം ടേബിൾ അനുസരിച്ച് ഓരോ സബ്ജക്റ്റിന് നമ്മൾ ഓരോരോ ക്ലാസ്സിൽ പോയിട്ടാണ് ഇരിക്കാറ്. അങ്ങനെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അതിൽ പോയിരുന്ന് ഒന്ന് സെറ്റിലായി. അപ്പോഴേക്കും നമ്മുടെ പ്രൊഫസർ എത്തിയിട്ടുണ്ട്. ഇവരാണ് മാരിയല്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോർ ഫാഷൻ എടുക്കുന്നത് ഇവരാണ്. അങ്ങനെ ഫസ്റ്റ് അവർ കഴിഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. ബ്രേക്കിന്റെ ടൈമിൽ നമുക്ക് കോഫിയോ അതുപോലെ സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതിൽ ക്യാഷ് ഇട്ടാൽ സാധനം റെഡിയായി കയ്യിൽ കിട്ടും. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ആഫ്റ്റർനൂണിലുള്ള ക്ലാസ്സും സെയിം സബ്ജക്റ്റ് ആണ്, പക്ഷെ ക്ലാസ് വേറൊരു സ്ഥലത്തായിരുന്നു. ആൽബർട്ടി 13 പറഞ്ഞ ഹാളിലാണ് നെക്സ്റ്റ് ക്ലാസ് നടക്കുന്നത്. ഇതാണ് ആ ഹാള്. ലാംഗ്വേജ് ഓഫ് ഫാഷൻ ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് എടുത്ത ടോപ്പിക്. എല്ലാവരും കാര്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന തിരക്കിലാണ്. ഒരുപാട് രാജ്യത്തു നിന്നുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ക്യാമ്പസിന്റെ പുറംഭാഗം കാണാം. നല്ല പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാനും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ഇങ്ങനെ ക്യാമ്പസൊക്കെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ക്യാമ്പസിന് ജസ്റ്റ് ഒരു 300 മീറ്റർ നടന്നാൽ ഈ പോസ്റ്റ് ഓഫീസിലെത്തും. ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ വന്നാൽ ആദ്യം ഒരു ടോക്കൺ എടുക്കും. എന്നിട്ട് ഈ സ്ക്രീനിൽ നമ്മുടെ നമ്പർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ നമ്പറിന്റെ നേരെ തന്നെ നമ്മൾ ഏത് സ്പോട്ടിലാണ് ചെല്ലേണ്ടതെന്ന് കൂടെ കാണിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യവും ഞാൻ പോയ കാര്യം നടന്നില്ല. ഈ വെയിലൊന്നും നോക്കണ്ട, ഇവിടെ 5 മണിയാകുമ്പോഴത്തേന് ഇരുട്ടി തുടങ്ങും. എന്തായാലും പോയ കാര്യം നടന്നില്ല. എന്നാൽ പിന്നെ കുറച്ചേരം സ്ട്രീറ്റിൽ കൂടെ നടക്കാന്ന് കരുതി. ഇങ്ങനെ പീസ്ഫുൾ ആയി കാഴ്ചയൊക്കെ കണ്ട് ഓരോ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മ്യൂസിക്കിന്റെ സൗണ്ട് കേൾക്കുന്നത്. അവിടെ ഒരു ഷോപ്പിൽ കരോക്കെ ഇട്ട് പാട്ട് പാടുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് പാട്ട് പാടാം. എല്ലാവരും തന്നെ ആ മൊമെന്റ് വളരെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കഫേന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ റൂമിലേക്ക് മടങ്ങി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹോപ്പ് യു ലൈക്ക്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.